ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും എണ്ണ ഒട്ടും ചേർക്കാതെയും ഉപ്മാവ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. കറിയൊന്നുമില്ലാതെ വെറും ചായയുടെ കൂടെ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കടായി നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒട്ടും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഈ കടുക് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കടുകെല്ലാം വളരെ വേഗത്തിൽ പെട്ടെന്ന് പൊട്ടിക്കിട്ടും. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമുള്ള റവ ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് റവ ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് റവയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. മീഡിയം ഹീറ്റിൽ ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത റവയാണെങ്കിലും നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോഴാണ് ഉപ്മാവ് നല്ല സോഫ്റ്റും മാർദ്ദവമുള്ളതുമാകുന്നത്. ഇതൊരു 7-8 മിനിറ്റ് റോസ്റ്റ് ചെയ്യേണ്ടി വരും. 1 കപ്പ് റവയാണെങ്കിൽ ഒരു 5-6 മിനിറ്റ് കൊണ്ട് റെഡിയാകും. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. റവ നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. റവയുടെ നിറം മാറുന്നതിന് മുമ്പ് തന്നെ ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റണം. ഇനി സ്റ്റൗവിലേക്ക് വേറൊരു കടായി വെച്ച് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കാം. റവ എടുത്ത മെഷറിംഗ് കപ്പിൽ തന്നെയാണ് നമ്മൾ വെള്ളവും അളന്നെടുക്കേണ്ടത്. 1 കപ്പ് റവയാണെങ്കിൽ 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് റവ എടുത്തതുകൊണ്ട് 4 കപ്പ് വെള്ളം അളന്ന് ഈ ചരുവത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ എണ്ണ ഒന്നും ചേർക്കാതെയാണ് ഈ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് നല്ലതുപോലെ തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കാം. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ല പൊടി പോലെ അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി നല്ല പീര പോലെ കൊത്തി അരിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കടിക്കും. അത് വരാതിരിക്കാൻ നല്ലതുപോലെ പൊടിയായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം. 2 കപ്പ് റവയ്ക്കുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത് അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതെല്ലാം വെള്ളത്തിലേക്കാണ് കേട്ടോ ഡയറക്റ്റായിട്ട് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല. ഇനി ഇത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ ഈ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റും ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ ക്യാപ്സിക്കവും ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർക്കാം കേട്ടോ. തക്കാളി ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാതിരിക്കുക. ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 2-3 മിനിറ്റ് ഈ വെജിറ്റബിൾ ഒന്ന് വേകാൻ വേണ്ടി തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് 2 കോഴിമുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചെടുത്തിട്ട് അല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ. മുട്ട ചേർക്കാത്തവരാണെങ്കിൽ ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ വെജിറ്റബിളൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം പാതി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഇത് മിക്സായി കിട്ടും. അല്ലെങ്കിൽ അവിടെ ആയിട്ട് കട്ടയായി കിടക്കും. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത മുട്ടയൊക്കെ ഒരുവിധം വേകുന്നത് വരെ തിളപ്പിക്കാം. ഇപ്പം മുട്ടയൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കറിവേപ്പിലയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കാത്തവരാണെങ്കിൽ വെജിറ്റബിൾ ചേർത്ത സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ മുട്ടയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം.
റോസ്റ്റ് ചെയ്ത കടുകിൻ്റെ കൂടെ റവ ചേർത്ത് റോസ്റ്റ് ചെയ്തതുകൊണ്ട് ആ റവയ്ക്ക് ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയാൽ ഉപ്പുമാവിന് നല്ല രുചിയും മണവുമായിരിക്കും. റവ ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇനി കുക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇനി നമ്മൾ അങ്ങോട്ട് ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഗീ ആണ്. ഉപ്പുമാവിൽ ഗീ ചേർക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഈ സമയത്ത് ഗീ ചേർത്ത് കൊടുക്കാം. ഗീ നമുക്ക് ആവശ്യമുള്ള അത്രയും ചേർക്കാം. ഇനി മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മൾ ചേർത്ത ഗീയൊക്കെ ഒന്ന് ഉരുകി മീതെ കിടക്കുന്നത് കാണാം. ഇതിലേക്ക് ഇനി ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഷുഗറും ചേർക്കാവുന്നതാണ്. ചെറുനാരങ്ങ നീര് ചേർത്തില്ലെങ്കിൽ ഈ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്മാവ് ഇനിയും റെഡിയാകാനുണ്ട്. നമ്മൾ 5 മിനിറ്റ് മാത്രമേ ഇത് വേവിച്ചിട്ടുള്ളൂ. ഉപ്മാവ് റെഡിയാകണമെങ്കിൽ ഏകദേശം ഒരു 8-10 മിനിറ്റ് കൊണ്ടേ റെഡിയാവുള്ളൂ. നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ അത്രയും സമയമെടുക്കും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്നുകൂടി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വേവിക്കാം. അപ്പോഴേ ഉപ്മാവ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റും കൂടി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഉപ്മാവിന് ആവശ്യമുള്ള ചേരുവകളെല്ലാം തന്നെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അല്പം ഗീ ചേർത്ത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതുമാണ്. ഗീ ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ചിരകിയ തേങ്ങ അല്പം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി അവസാനമായി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ചിരകിയ തേങ്ങയും ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയുമായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. ഇതുപോലെ കട്ടയായിട്ടിരിക്കണമെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്ത് ചൂടൊക്കെ അല്പം മാറിയതിന് ശേഷം സെർവ് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഉപ്മാവ് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒത്തിരി ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ 1 കപ്പ് വെള്ളം കുറച്ച് ചേർത്താൽ മതിയാകും. ഇവിടെ 2 കപ്പ് റവയ്ക്ക് 4 കപ്പ് വെള്ളമാണ് ചേർത്തത്. അപ്പോൾ വളരെ ടേസ്റ്റിയും ഈസിയും എണ്ണ ചേർക്കാത്തതുമായ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഉപ്മാവ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്